പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ സിപിഐഎം ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന ബഹുജന റാലി സംഘടിപ്പിക്കും. യോജിക്കാൻ കഴിയുന്ന സമാന ചിന്താഗതിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. നിരപേക്ഷതയുടെ അടിക്കല് തകർത്ത് മതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഇക്കാര്യം നിയമമായി നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് സിപിഐഎം വളരെ വ്യക്തതയോടുകൂടി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനാവുന്നില്ല എന്ന് മാത്രമല്ല, കേരള ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറയാൻ മാത്രമല്ല, നിയമയുദ്ധത്തിന് തയ്യാറായി സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നടപ്പിലാക്കാതിരിക്കാനാവില്ല എന്ന് ആണയിട്ട് പറയുന്ന പ്രതിപക്ഷ നേതാവിനെയും BJP നേതാവിനെയുമാണ് കേരളത്തിൽ കാണുന്നത്. ഈ സാഹചര്യത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാനത്ത് അതിശക്തിയായ ജനകീയ മുന്നേറ്റം രൂപപ്പെടുത്താനാവണം എന്നാണ് പാർട്ടി പൊതുവെ കാണുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് വമ്പിച്ച ബഹുജന റാലികൾ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ സംഘടിപ്പിക്കാൻ പോവുകയാണ്. ഇക്കാര്യത്തിൽ യോജിക്കാൻ കഴിയുന്ന സമാന ചിന്താഗതിക്കാരായ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ബഹുജന റാലി കേരളത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ 10,000-കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്നു. ഷീജ തിരുവനന്തപുരത്ത് വന്ന വിവരങ്ങളുമായി ചേരുകയാണ്. ഷീജ, ഗോവിന്ദ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിന്റെ സമഗ്രമായ വിവരങ്ങൾ. തീർച്ചയായും അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CAA വിഷയം തന്നെയായിരുന്നു. പ്രധാനമായും കേരളത്തിലെ BJPയും കോൺഗ്രസും സ്വീകരിക്കുന്നത് ഒരേ സമീപനമാണ് എന്ന കാര്യം തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കാരണം ഈ രീതിയിൽ നടപ്പാക്കാൻ പറ്റില്ല ഈ നിയമം എന്നുള്ളത് മാത്രമാണ് അവർ പറയുന്നത്. അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് നിലപാട് സ്വീകരിക്കാൻ അതിനും കോൺഗ്രസിന് സാധിക്കുന്നില്ല. ഇതുവരെയായി അഖിലേന്ത്യാ തലത്തിൽ ഒരു നേതാവ് പോലും ഇതിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പ്രത്യേകിച്ചും മതേതരത്വത്തിന്റെ അടിത്തറ തകർത്ത് മതരാഷ്ട്രം നടപ്പിലാക്കാൻ പോകുന്നതിന്റെ ഭാഗമാണിത് എന്നുള്ളത് നേരത്തെ തന്നെ CPIM ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന്റെ ഭാഗമായി പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ഈ പുതിയ സാഹചര്യത്തിൽ ഏതായാലും കൂടുതൽ പ്രക്ഷോഭങ്ങൾ നടത്താൻ തന്നെയാണ് CPIM തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന ജനകീയ റാലികൾ ഇതിന്റെ ഭാഗമായി നടത്തും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ജനകീയ റാലികൾ സംഘടിപ്പിക്കുക. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ താല്പര്യമുള്ളവർക്ക്, അതായത് സമാന ചിന്താഗതിക്കാർക്ക് ഇതിന്റെ ഭാഗമാകാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ലീഗിനെ ക്ഷണിക്കുമോ എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ആരെയും പ്രത്യേകമായി ക്ഷണിക്കുകയില്ല. സമാന ചിന്താഗതിക്കാർക്ക് ഈ ഒരു പ്രതിഷേധത്തിന്റെ പ്രക്ഷോഭത്തിന്റെ ഭാഗമാകണമെങ്കിൽ അതിന്റെ ഭാഗമാകാം എന്നും തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. മറ്റൊന്ന്, ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലായിരുന്നു അദ്ദേഹം പ്രതികരണം നടത്തിയത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതി തന്നെയാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. പണം കിട്ടിയവരുടെ പട്ടിക അത് പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല. പകുതിയിൽ അധികം പണവും ലഭിച്ചത് BJPക്കാണ്. രാജ്യം അഴിമതിയുടെ അങ്ങേ തലക്കിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് തന്നെ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കോൺഗ്രസുകാരുടെ BJPയിലേക്ക് ഉള്ള കൂടുമാറ്റം അത് ആ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഒരു സംഘടനാപരമായ അപജയമാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഗോവിന്ദ മാസ്റ്റർ സൂചിപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ കേരളത്തിൽ പ്രധാന പോരാട്ടം LDFും UDFും തമ്മിലാണെന്നും ചരിത്ര വിജയം നേടാനുള്ള എല്ലാ ശ്രമവും LDF നടത്തുന്നുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. EP ജയരാജനെതിരായ രമേശ് ചെന്നിത്തലയുടെ ആരോപണം അത് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അത് രാഷ്ട്രീയ ആരോപണമല്ല, വ്യക്തിപരമായ ആരോപണമാണ്, അതിന് EP മറുപടി നൽകും എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കി. മനു. ഷീജ തിരുവനന്തപുരത്ത് വന്ന വിവരങ്ങൾ.